1:43 നോ എന്ന് പറയുന്ന ആൾ 1:44 അജയേട്ടാ പുഴയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ആദ്യത്തെ പൊട്ടൽ തന്നെ വലിയ തോതിൽ മരങ്ങൾ കടപുഴകി വന്നു. ഈ മരങ്ങൾ കടപുഴകി വന്ന് പിന്നാലെ വന്ന ചളി ഈ താഴെ തടഞ്ഞു നിർത്തി ഇവിടെ ഒരു ചെറിയൊരു ഡാമായിട്ട് ഫോം ചെയ്തു. രണ്ടാമത്തെ പൊട്ട് വന്നപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേർക്കും മനസ്സിലായി, അവിടെ കയറിയിരുന്ന ആളുകൾക്ക് മനസ്സിലായി ഈ വീട് നിലനിൽക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. രണ്ടാമത്തെ പൊട്ട് വന്നപ്പോൾ ആ പൊട്ടിൻ്റെ വെള്ളവും ഇവിടെ ഉണ്ടായിരുന്ന ഡാമും കൂടെ പൊട്ടി താഴേക്ക് വലിയ തോതിൽ വലിയ ബൾക്കായിട്ട് വെള്ളം പോയി. ടൗണിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ തന്നെ ഈ മണ്ണിൻ്റെ ഒരു ഗന്ധം അവിടെ വീട്ടിലേക്ക് തന്നെ അടിക്കുന്നുണ്ട്. അപ്പോൾ വൈഫ് പറയുന്നുണ്ട് എന്തോ ചളിവെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് മുണ്ടക്കൈ സീതമുക്കുണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്ക് മാറിയ മീറ്ററുകളോളം താഴെയാണ് പുഴ ഒഴുകുന്നത്. ആ പുഴയുടെ എത്രയോ മുകളിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ ഈ കൂടിയിരിക്കുന്ന പാറക്കല്ലുകൾ, ഈ പാറക്കെട്ടുകളൊക്കെ എവിടെ നിന്നോ പ്രത്യക്ഷപ്പെട്ടതാണ്. ഇതാണ് മുണ്ടക്കൈയിലെ മുസ്ലിം പള്ളി. ഈ പള്ളിയിലെ മുക്രിയാണ് ഈ നാടിനെ മുഴുവൻ വേദനിപ്പിച്ചുകൊണ്ട് നാട് വിട്ടുപോയത്. അസാധാരണമായ ഭയാനകമായ ഒരു ദൃശ്യമായി, ഒരു പ്രേത കാഴ്ചയായി നിൽക്കുകയാണ് ഈ മുണ്ടക്കൈ ഭാഗം. ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി നമ്മളെ കൃത്യമായി ഓർമ്മിപ്പിക്കുന്ന രണ്ട് അടയാളങ്ങൾ. ഞാൻ പറഞ്ഞ മുണ്ടക്കായി ജുമാ മസ്ജിദിന് മുമ്പിൽ കാണുന്ന നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്ന രണ്ട് അടയാളങ്ങൾ. ഒന്നൊരു കാറാണ്. ഈ കാറിൻ്റെ ഉടമ ആരാണെന്നൊന്നും അന്വേഷിച്ചു പോലും കാണില്ല. കാരണം അതൊന്നും ഒട്ടും പ്രസക്തമായ കാര്യമല്ല. ആ കാർ എത്ര ഭയാനകമായ രീതിയിൽ കാറാണോ ജീപ്പാണെന്ന് തോന്നുന്നു. ജീപ്പാണ്. എത്ര ഭയാനകമായിട്ടാണ് ഈ ജീപ്പ് തകർന്നടിഞ്ഞിരിക്കുന്നത് നോക്കണം. അത് എവിടെ നിന്നോ വന്ന ഒരു ജീപ്പായിരിക്കണം. അതിൻ്റെ അവശിഷ്ടം ഇവിടെ കിടക്കുക. അതുപോലെ തന്നെ ഈ കാണുന്ന കല്ല്, ഈ ഭയപ്പെടുത്തുന്ന ഒരു കല്ലാണ്. ഈ കല്ലൊന്നും നമുക്ക് അനക്കാൻ കഴിയുന്ന കാര്യം ചിന്തിക്കാൻ, ആന പിടിച്ചാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനം കൊണ്ടോ ആലോചിക്കാൻ കഴിയാത്തൊരു കല്ലാണ്. ഈ കല്ല് ബഹുദൂരം എവിടെ നിന്ന് വന്ന് ഈ പള്ളിയെ വന്ന് ഇടിച്ച് ആ മുക്രിയുടെ മുറിയാണ് നമ്മൾ കാണുന്ന അപ്പുറത്തെ, അവിടെ തകർത്ത് അവിടെ നിന്നാണ് ഈ കല്ല് ഇവിടെ വന്ന് ഇങ്ങനെ വഴിയുടെ നടുക്ക് കിടക്കുന്നത്. ഈ ഒരു വല്ലാത്ത ദുരന്തത്തിൻ്റെ വല്ലാത്ത ഒരു ഓർമ്മയെ ഇതിങ്ങനെ അവശേഷിക്കും. കാരണം ഇവിടെ ഇനി മനുഷ്യർക്ക് താമസിക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല. ഞാനൊരു 2019 മുതൽ, ഞാനൊരു ഷോറൂമിൽ ജീവനക്കാരനാണ്. 2019 മുതൽ കൊറോണ വന്ന കാലഘട്ടം മുതൽ, അതിൻ്റെ മുന്നേ പ്രളയം വന്ന 2018 പ്രളയം വന്ന സമയം മുതൽ ഇങ്ങനെ കുറച്ച് ഫോട്ടോകളൊക്കെ എടുക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അതെല്ലാം ഡ്രൈവിൽ സേവ് ചെയ്ത് വെക്കുക, എന്നിട്ട് കുറേ കഴിയുമ്പോൾ അത് ഫേസ്ബുക്കിലൂടെയൊക്കെ പോസ്റ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ 2019 കൊറോണ കാലഘട്ടം വന്നതോടുകൂടെ വീണ്ടും ഞാനൊരു സൈക്കിൾ വാങ്ങി. അതായത് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അന്ന് വാഹനങ്ങളൊന്നും ഓടിക്കാൻ വിടാത്തൊരു സമയമായിരുന്നു. അപ്പോൾ സൈക്കിളിലൂടെ പോകുമ്പോൾ ആരും നമ്മളെ തടയില്ലല്ലോ എന്നുള്ളൊരു കണ്ടീഷൻ വന്നതോടുകൂടെ ഞാൻ സൈക്കിളിലൂടെ യാത്ര തുടങ്ങി. കുറേ മാസങ്ങളോളം ഗിയർ സൈക്കിളായിരുന്നു. അത് ഓടിക്കാൻ ഒരു ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് കുറച്ച് ദിവസം സൈഡാക്കി വെച്ചു. പിന്നെ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്തു. പിന്നെ അങ്ങനെ പോകുന്ന സമയത്തൊക്കെ നല്ല നല്ല കാഴ്ചകൾ കാണുമ്പോൾ മൊബൈലിൽ പകർത്തും, എന്നിട്ട് അത് ഫേസ്ബുക്കിലിടും. അന്നൊക്കെ ചെറിയ രീതിയിൽ അങ്ങനെ ചെയ്ത് തുടങ്ങി. ഇപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളുടെ വീഡിയോ കാണാൻ തുടങ്ങി. അങ്ങനെ ചൂരൽമല ടൗണിൻ്റെയും മുണ്ടക്കായി ക്ഷേത്രത്തിൻ്റെയും ചൂരൽമല ക്ഷേത്രത്തിൻ്റെയും ഈ പള്ളിയുടെയൊക്കെ വീഡിയോകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അന്ന് സ്കൂളിൻ്റെ ഒരു വാർഷികത്തിന് 25ാം വാർഷികം, മുണ്ടക്കായി സ്കൂളിൻ്റെ LP സ്കൂളിൻ്റെ വാർഷികവും ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞ് ഇന്ന് ആ വീഡിയോ എടുത്ത് വീണ്ടും നോക്കുന്ന സമയത്ത് അതിൽപ്പെട്ട കുട്ടികൾ ഒരുപാട്, അതിൽ രക്ഷിതാക്കൾ, അതേപോലെ ഈ അമ്പലത്തിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരുപാട് ആളുകൾ മരണപ്പെട്ടു. നമുക്ക് പുഞ്ചിരമട്ടത്താണ് നമുക്ക് വെള്ളൊലിപ്പാറയെ പൊട്ടിയിട്ടാണ്, അതായത് അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വേങ്ങാപ്പാറ എന്ന് പറഞ്ഞൊരു വേങ്ങാപ്പാറയും പൊട്ടിയിട്ടാണ് ഈ വെള്ളം വരുന്നത്. ആദ്യം ഒരു പൊട്ട് പൊട്ടി, അത് കഴിഞ്ഞ് രണ്ടാമതൊരു പൊട്ട് പൊട്ടുന്നു 3:20 ആദ്യത്തെ പൊട്ട് 1:44 പൊട്ടുന്നത്. ഇതെല്ലാം ആ സമയത്ത്, അതായത് കുറച്ച് നേരത്തെ തന്നെ എനിക്ക് മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണ് ഞാനുള്ളത്. അതെന്നുവെച്ചാൽ ഉരുൾ പൊട്ടുന്നതിൻ്റെ തലേ ദിവസം 29-ാം തീയതി എല്ലാ ദിവസവും അട്ടമലയ്ക്ക് യാത്ര പോകുന്ന ഞാൻ മുണ്ടക്കായി പ്രദേശത്തിലൂടെ യാത്ര ചെയ്യുകയും അത് ചൂരൽമല മുതൽ മുണ്ടക്കായി സീതമക്കുണ്ടിൻ്റെ അടുത്തുള്ള പാലം, അതിനുശേഷം പുഞ്ചിരിമട്ടം പാലം, ഇതെല്ലാം ഞാൻ എൻ്റെ ഫോണിൽ സേവ് ചെയ്ത് പോയി. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇവിടുത്തെ ചിത്രം മൊത്തം മാറിയിരിക്കുന്നു. വെള്ളമൊക്കെ കലങ്ങി വരുന്നു. പല ആളുകളും TV-കളിലൂടെ ബൈറ്റ് കൊടുക്കുന്നു. എല്ലാവരും മാറണം എന്നൊക്കെ പറയുന്നു. എല്ലാ ആളുകളുടെ ഉള്ളിലും എന്തോ ഒരു പ്രളയം, ഒരു ഉരുൾപൊട്ടൽ സംഭവിക്കുന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു ശരിക്കും യഥാർത്ഥത്തിൽ. പക്ഷേ എന്തോ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഈ പരിസരമൊക്കെ നമുക്ക് കാണുമ്പോൾ
പുഴ പോകുന്നത് അവിടെയാണ്. അവിടുന്ന് എത്രയോ കിലോമീറ്റർ ദൂരത്തേക്ക് പുഴ മാറി ഒഴുകുകയാണ് ചെയ്തിട്ടുള്ളത്. അതിലാണ് ശരിക്കും എത്രയോ ആളുകൾ നല്ല നല്ല 2 നില വീടുകൾ അത്രയും സേഫായിട്ടിരിക്കുന്ന സ്ഥലങ്ങൾ പോലും പൊട്ടി തകർന്ന് ആളുകൾ മുണ്ടക്കൈയിലാണ് ഉരുൾ പൊട്ടിയതെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മൾ വിട്ടുപോയത് ചൂരൽമല ഹൈസ്കൂൾ റോഡിലായിരുന്നു. പിന്നെ വില്ലേജ് ഓഫീസ് പരിസരത്തും അതേപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചിട്ടുള്ളത് HS റോഡിലും അതേപോലെ വില്ലേജ് ഓഫീസ് പരിസരത്തുമാണ്. പല ബോഡികളും ഇന്ന് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അന്ന് രാത്രി നിങ്ങൾക്ക് ഇങ്ങനെ തോന്നലുണ്ടായി? എനിക്ക് തോന്നലെന്ന് പറഞ്ഞാൽ ഈ മഴയുടെ എനിക്ക് ഉറങ്ങുന്ന സമയത്ത് നല്ല കാമായിരിക്കണം, അപ്പോൾ നല്ല ഉറക്കം കിട്ടും. എന്തെങ്കിലും ശബ്ദങ്ങൾ പുറത്ത് എന്തെങ്കിലും പശുക്കൾ വരുന്ന ശബ്ദങ്ങൾ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ ഉണരും. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരു മഴ, ഭയങ്കരമായിട്ടുള്ളൊരു മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സ് തന്നെ പറയുകയാണ് എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ 12 മുതൽ ഞാനിങ്ങനെ അലേർട്ടായി ഇരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വൈഫിനെ വിളിച്ച് കട്ടിലിരുത്തി ഞങ്ങൾ 2 പേരും ഇരിക്കുന്നു. അതിനിടയ്ക്ക് ഞാൻ മുണ്ടക്കായിലേക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഷെഫീഖ് മണി എന്ന് പറഞ്ഞൊരു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളി പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളീനെ ഞാൻ വിളിച്ച് ഷെഫീഖ് ശ്രദ്ധിക്കണം, അതായത് ആദ്യം മെസ്സേജ് അയച്ച് 2-3 മെസ്സേജ് അയച്ചപ്പോഴും മഴ പെയ്യുന്നുണ്ട്, പുഴ സൈഡ് ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോഴും പുള്ളി മഴ പെയ്യുന്നുണ്ട്, സേഫാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല മഴയുണ്ട്, അപ്പോൾ പുള്ളി പറഞ്ഞു നോ എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് അടുത്ത 1:43 നോ എന്ന് പറയുന്ന ആൾ 1:44 അജയേട്ടാ പുഴയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്, വൻ ശബ്ദത്തോടു കൂടിയാണ് ആ ഫോൺ പറയുന്നത്. അതിനുശേഷം പുള്ളീനെ എനിക്ക് വിളിച്ച് കിട്ടിയില്ല, പക്ഷേ ആൾ സേഫാണ്. അതിനുശേഷം ഞാൻ റഫീഖിനെ വിളിക്കുന്നു. റഫീഖും സെയിം സംഭവം തന്നെ പറയുന്നത് 8 പൊട്ടിയെന്നാണ് പറഞ്ഞത്. 8 എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത്, അതായത് 8 അമ്പലക്കുന്ന് പൊട്ടിയെന്നാണ് ആദ്യം പറയുന്നത്. അമ്പലക്കുന്നല്ല പൊട്ടിയത് പുഞ്ചിരിമട്ടാണ്. പക്ഷേ നമുക്ക് ആ ഇരുട്ടായതുകൊണ്ട് നേരത്തെ നമ്മളെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംഷാദ് മരക്കാർ സാർ പറഞ്ഞ പോലെ തന്നെ പൊട്ടിയത് ഇരുട്ടത്തായതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഇതെന്താണെന്ന് അറിയുന്നില്ല. അതായത് റോഡിലൂടെ രക്ഷപ്പെടാൻ ഓടിയവരെല്ലാം ഈ പുഴയിൽ നിന്ന് വന്ന വെള്ളവും മരവും മണ്ണും എല്ലാം കൂടെ ഇവരെ ഒഴുക്കി കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് കൂടുതലും ആ സമയത്ത് ഈ 1:44 എന്തോ സംഭവിച്ചു എന്ന് പറഞ്ഞ് ഞാൻ അപ്പം തന്നെ വീട്ടിൽ നിന്ന് ഓടി ചൂരൽമല ടൗണിലെത്തിയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ടൗണ് ഒന്നും അറിയുന്നില്ല. കുറേ ആളുകളൊക്കെ അപ്പോൾ വന്നിട്ടുണ്ട്. പിന്നെ മണ്ണ് കൊണ്ട് ടൗണിലൂടെ നടക്കാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്ക് ആരോ JCB ഒക്കെ വന്നു. അവിടെ തന്നെ നമ്മളെ തൊട്ടടുത്തുള്ള JCB ആളുകൾ വരുന്നു. ഗ്രൂപ്പുകളിലൂടെ ഫസ്റ്റത്തെ സമയം 1:44 കഴിഞ്ഞതിന് ശേഷമല്ല, അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ ടൗണിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ഈ 3 വരുന്ന 3:20 3:30 വരുന്ന ഒരു പൊട്ടലും കൂടെ വരും. അത് ഭയങ്കരമായിട്ടുള്ള ശബ്ദം ഇവിടുന്ന് ഇത് മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, മുണ്ടക്കൈയിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ടൗണിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ തന്നെ ഈ മണ്ണിൻ്റെ ഒരു ഗന്ധം അവിടെ വീട്ടിലേക്ക് തന്നെ അടിക്കുന്നുണ്ട്. അപ്പോൾ വൈഫ് പറയുന്നുണ്ട് എന്തോ ചളിവെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രയും ഞാൻ പറഞ്ഞല്ലോ, ഒരു 1 കിലോമീറ്ററോളം ഡിസ്റ്റൻസിലുള്ള വീട്ടിലേക്കാണ് നമ്മളിതിൻ്റെ എഫക്റ്റ് നമുക്ക് അവിടെ പോലും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് പോയ ആളുകളൊക്കെ അവരൊക്കെ പല ദിക്കിലൂടെ ഓടി. അതായത് ഈ ഭൂമിയുടെ ഒരു പ്രകൃതി അറിയുന്ന ആളുകളാണ് ഈ ലെവലിലേക്കൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. എന്താ വെച്ചാൽ എവിടേക്ക് ഓടിയാൽ എവിടെ രക്ഷപ്പെടാൻ പറ്റും. പക്ഷേ വീടുകളിൽ നിന്ന് ആളുകളെ വിചാരം എന്ന് പറഞ്ഞാൽ സേഫ് ആയിരിക്കും, എനിക്കൊന്നും പറ്റില്ല, എൻ്റെ വീടിനൊന്നും പറ്റില്ല. എന്താ വെച്ചാൽ ഇത്രയും കാലം മഴ പെയ്തിട്ട്, അതായത് ചെറുപ്രായം മുതൽ ഇപ്പോൾ എനിക്ക് തന്നെ 40-45 വയസ്സായി, ഇതുവരെയായിട്ട് ഞാൻ അത്രത്തോളം പുഴയിലൂടെ വെള്ളം പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇതൊരു ഡാം കൊളാപ്സിൻ്റെ രൂപത്തിലാണ് ഇത്രയധികം കാഷ്വാലിറ്റി വന്നത്. ഇപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഒരു ഇത് നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, ഇതിപ്പോൾ ആദ്യത്തെ പൊട്ടൽ തന്നെ വലിയ തോതിൽ മരങ്ങൾ കടപുഴകി വന്നു. ഈ മരങ്ങൾ കടപുഴകി വന്ന് പിന്നാലെ വന്ന ചളി ഈ താഴെ തടഞ്ഞു നിർത്തി ഇവിടെ ഒരു ചെറിയൊരു ഡാമായിട്ട് ഫോം ചെയ്തു. ഇവിടെ ഒരു ഡാമായി മാറി. ഒരു ഡാമായി മാറി. അതായത് ഇപ്പോൾ ഈ കാണുന്ന മരങ്ങളില്ലേ, ആദ്യം വന്ന വലിയ ഉരുൾപൊട്ടലിൽ ഈ മരങ്ങൾ ഏതാണ്ട് ഒരു 10-15 ഏക്കർ സ്ഥലത്തെ മരങ്ങളാണ് പോയത്. ആ മരങ്ങളും ചെളിയും കൂടെ വരുമ്പം ഇവിടെ വന്ന് മരങ്ങൾ തടഞ്ഞു നിൽക്കും. ആ തടഞ്ഞു നിന്ന് ചെളി അടഞ്ഞ് ഇവിടെ എന്ത് ചെയ്തു, വലിയ ഒരു ഡാമായി. രണ്ടാമത്തെ പൊട്ട് വന്നപ്പോൾ ആ പൊട്ടിൻ്റെ വെള്ളവും ഇവിടെ ഉണ്ടായിരുന്ന ഡാമും കൂടെ പൊട്ടി താഴേക്ക് വലിയ തോതിൽ വലിയ ബൾക്കായിട്ട് വെള്ളം പോയി. അതെ, അങ്ങനെയാണ് പുഴ 2ആയി മാറിയത്. അതുകൊണ്ടാണ് ഈ കാഷ്വാലിറ്റി ഇത്രയും വർദ്ധിച്ച് വരാൻ കാരണമെന്നാണ് വിദഗ്ധ സമിതിയുടെ ഒരു കണ്ടെത്തൽ. ഇതെൻ്റെ മാമൻ്റെ വീടാണിത്. ഈ വീട്ടിൽ ഞാൻ ഇത് നടക്കുന്ന സമയത്ത് മാമൻ്റെ മോനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ ഫോണിൽ കിട്ടുന്നില്ലായിരുന്നു ആ സമയത്ത്. എത്രയോ നേരം കഠിനമായിട്ടുള്ള പ്രയത്നത്തിനൊടുവിൽ എനിക്ക് വിളിച്ചിട്ട് കിട്ടിയില്ല. പക്ഷേ ഈ വീട്ടിൽ ഒരു 1:45-2 മണിയാകുമ്പോഴത്തേക്കും മാമൻ്റെ മോന് മനസ്സിലായി എന്തോ വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്. അങ്ങനെ അമ്മ ഈ റൂമിലായിരുന്നു കിടന്നുറങ്ങിയിരുന്നത്. ആ അമ്മയെ പൊക്കി മുകളിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അമ്മയും മകനും മുകളിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളി അതിൻ്റെ മുകളിൽ നിന്നിട്ട് ഒരു ഏണി വെച്ച് കൊടുത്തിട്ട് ഒരു 30ഓളം പേരെ അതിൻ്റെ മുകളിലേക്ക് കയറ്റി ഇതാക്കി. പക്ഷേ രണ്ടാമത്തെ പൊട്ട് വന്നപ്പോഴത്തേക്ക് ഇവർ 2 പേർക്കും മനസ്സിലായി
അവിടെ കയറിയിരുന്ന ആളുകൾക്ക് മനസ്സിലായി ഈ വീട് നിലനിൽക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇനിയൊരു ജീവിതമില്ലല്ലോ, നമുക്ക് രണ്ടുപേർക്കും പോവാം. കൂടെയുള്ള ആളുകളും ആ സമയത്ത് എല്ലാവരും കൂടെ വിചാരിച്ചു ഇനിയൊരു ജീവിതമില്ലയെന്ന്. പക്ഷേ ഏറ്റവും മുകളിൽ നിന്ന് ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ, അവിടുന്ന് മൊത്തത്തിൽ കൂട്ടുകയാണെങ്കിൽ 3 കിലോമീറ്റർ ഡിസ്റ്റൻസിലേക്കുള്ള സംഭവം എന്ന് പറഞ്ഞാൽ വെറും 2-3 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തി. ഫസ്റ്റത്തെ പൊട്ടൽ 3:30 രണ്ടാമത്തെ പൊട്ടൽ വന്നു. ആ ഒരു പൊട്ടലോടുകൂടെ ഈ എരച്ചു വന്ന പാറക്കൂട്ടങ്ങളും ഈ ഒരു മരങ്ങളും, അതായത് നമ്മുടെ നാടിനെ തന്നെ എന്താ പറയുക, അതിന് വാക്കുകളില്ല.